അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മൈലാപ്പൂർ ഷൗക്കത്ത് അലി ഉസ്താദിൻ്റെ ഭവനത്തിലാണ്. നമ്മൾ കുറേ വീഡിയോകൾ ഉസ്താദിൻ്റെ ചെയ്തിട്ടുണ്ട്. ഗ്രന്ഥങ്ങൾ 47ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചതും അതേപോലെ പഠനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ വിഷയം പോലും ജ്ഞാനദാഹികൾക്ക് വേണ്ടിയുള്ള വളരെ ബൃഹത്തായ ഒരു വിഷയത്തിൻ്റെ തുടക്കമാണ് കുറിക്കുന്നത്. നമുക്ക് പകർന്നു നൽകാനുണ്ട്. അൽഹംദുലില്ലാഹ് ഏകദേശം 100-നടുത്ത് പ്രായമുണ്ട്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാണ്. ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് പകർന്നു നൽകാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. ചെയ്യുന്നതുമായ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. പുതിയ വിഷയത്തിന് തുടക്കം കുറിക്കാണ്. പ്രത്യേകിച്ച് കവിതകളുമായി ബന്ധപ്പെട്ട്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, അതായത് സാഹിത്യ ലോകത്തെ വെല്ലുവിളിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിന് എല്ലാ സാഹിത്യങ്ങളെയും കവച്ചു വെക്കുന്ന പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഇറങ്ങിയ സംഭവങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട നമ്മുടെ കൊട്ടുകാട് അബ്ദുസ്സലാം മുസ്ലിയാരാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സംവിധാനവുമായിട്ട് ഈ മദ്രസകൾ, ഈ വിദ്യാർത്ഥികൾ, ഈ ജനങ്ങൾ ഇൽമിലേക്ക് എങ്ങനെ വരണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരുപാട് സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പുതിയ 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 കണ്ടുപിടുത്തങ്ങൾ ഓരോന്നും നോക്കി എളുപ്പ വഴികൾ എന്തെല്ലാം ഉണ്ട് മാർഗങ്ങൾ എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അത് സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഒരു വിവരണം എൻ്റെ പ്രസംഗത്തിൻ്റെ പിന്നാലെ അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ അത് മാറ്റിവെക്കുകയാണ്. ബൈത്തുൽ ഖുർആൻ എന്ന പ്രത്യേകമായ, ബൈത്തുൽ ഖുർആൻ ആൻഡ് ലൈബ്രറി എന്ന പ്രത്യേകമായ ഒരു പരിശുദ്ധമായ സ്ഥാപനവുമായിട്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ കൊട്ടുകാട് അബ്ദുസ്സലാം മൗലവി ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അത് വളരെ പ്രയോജനപ്രദമായ വിധത്തിൽ അള്ളാഹു ആക്കി തീർക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആദ്യമേ. എന്നിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയത്തിലേക്ക് ഇന്ന് ഞാൻ കിടക്കുന്ന ഒരു പുതിയ വിഷയം, ഞാൻ എൻ്റെ പഴയ കാലത്ത് വഴക്ക് പരമ്പരകൾ നടത്തിയിരുന്ന ഒരു കാലത്ത് സംസാരിച്ചത് എങ്ങനെയാണോ അതുപോലെ മറ്റു വിഷയങ്ങൾ എടുക്കാതെയും മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു കയറാതെയും ഇരിക്കുന്നതിനുള്ള ഇരുന്നുകൊണ്ട് ഒരു വഴല് മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. വഴലെന്ന് പറഞ്ഞാൽ ഉപദേശം. എന്തിനു വേണ്ടിയാണ് ഈ ഉപദേശം? കവിത ഈ ലോകത്ത് എങ്ങനെ സ്ഥിരപ്പെട്ടു? എന്താണ് കവിത? ആ കവിതയും സാഹിത്യവുമായുള്ള ബന്ധം എന്താണ്? ആ കവിതയെ അല്ലെങ്കിൽ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇതൊക്കെയാണ് നമ്മുടെ പഠനം. അതിന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു മഹാകവിയെ കൊണ്ടുവന്ന ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ്, കാണിച്ചു തരികയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മഹാകവി, ഒരു കവി കുടുംബം അന്ന് അറേബ്യയിൽ ഉണ്ടായിരുന്നു. അറബി നാട്ടിൽ ഒരു കവി കുടുംബം. കവി കുടുംബം എന്ന് പറഞ്ഞാൽ അനേകം കവികൾ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴാണ് കവി കുടുംബം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കവി കുടുംബം എന്ന് പറയുകയില്ല. ആരാണ് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന കവികൾ? അതെല്ലാം നമുക്ക് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മലയാള നാട്ടിൽ ഒരു കവി കുടുംബമുണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. മലയാള നാട്ടിൽ നമ്മുടെ നാലപ്പാട്ട് നാരായണ മേനോൻ, ബാലാമണി അമ്മയും, ആ ചരിത്രം നിങ്ങൾക്കറിയാം. ഒരു കവിയും കവയിത്രിയും. അവർ എന്നാലും കവി കുടുംബമായില്ല. പക്ഷേ കമലാ സുരയ്യ കൂടി അവിടെ പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, കമല വളർന്നു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധമായ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ, ആദ്യമേ മ്ലേച്ഛമായ ജീവിതവും സാഹിത്യങ്ങളും ഒക്കെയായിട്ട് വന്നത്, ആ സാഹിത്യങ്ങൾ എല്ലാം തന്നെ പരിശുദ്ധമായ വിധത്തിലേക്ക് മാറ്റിമറിച്ചെടുക്കുവാൻ അവർക്ക് സാധിച്ചു. ആ കഥ ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നതല്ല. ആ മഹദി മണി അവരുടെ അന്ത്യം കുറിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവരുടെ സാഹിത്യത്തിന്റെ എല്ലാത്തിൻ്റെയും മഹത്വത്തെ എടുത്തു കാണിച്ചുകൊണ്ട് പരിശുദ്ധമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നു കയറാൻ ഒരു വഴി അല്ലാഹു ഒരുക്കി കൊടുത്തതാണ്. അത് അവരുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ദീനിലേക്ക് അവർ വരുന്നത്. അതിനു മുമ്പ് കമല, അത് സുരയ്യാകുന്നതിന് മുമ്പ് കമല അവരുടെ കുടുംബത്തിൽ പിറന്ന ഒരു കവയിത്രിയായതുകൊണ്ട് ആ കുടുംബത്തിന് ഒരു പേര് സമ്പാദിച്ചു. മലയാള നാട്ടിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കുടുംബം എന്താണ്? കവി കുടുംബം എന്ന് പേരോടുകൂടി ജീവിക്കാൻ നാലപ്പാട്ട് നാരായണ മേനോനും ബാലാമണി അമ്മയ്ക്ക് സാധിച്ചു. അപ്പോൾ ന്റെ കുടുംബത്തിലേക്ക് നമുക്ക് കിടക്കാൻ എളുപ്പ വഴിയിലേക്ക് ഞാൻ അങ്ങ് ചാടിക്കടന്നു പോവുകയാണ്. കൂടുതൽ നീട്ടിപ്പിച്ചുകൊണ്ട് പോകാൻ സമയമില്ല. സുഹൈർ എന്ന് പറഞ്ഞാൽ അവിടെ എത്ര കവി? ഇവിടെ 3 കവികൾ നിങ്ങൾ എണ്ണി വെച്ചോണ്ടേ, കയ്യിൽ എണ്ണിക്കൊണ്ടേ, 1 2 3 എണ്ണി വെച്ചോളേ. കഅബ് ബിൻ സുഹൈറിന്റെ കവിത എടുക്കാം, കഅബ് ബിൻ സുഹൈറിന്റെ കാലമെടുക്കാം. 1400 വർഷങ്ങൾക്കപ്പുറം ഉണ്ടായിരുന്ന ഒരു കവി, മഹാകവി. കവിതയിൽ എഴുതുന്നതെല്ലാം കവിതയിൽ, വായിക്കുന്നതെല്ലാം നോക്കെല്ലാം കവിതയിൽ, ജ്യേഷ്ഠനും അനുവനുമായിട്ട് കത്തിടപാടുകൾ നടത്തുന്നതെല്ലാം കവിതയിൽ. നോക്കണേ, കത്തിടപാടുകൾ നടത്തുന്നതെല്ലാം കവിതയിൽ, ബാപ്പയും മകനുമായിട്ട് കത്തിടപാടുകൾ നടത്തുന്നത് കവിതയിൽ. അങ്ങനെ വളർന്നു വന്ന ഒരു കവി കുടുംബം. അദ്ദേഹത്തിന്റെ പിതാവ്, കഅബിന്റെ പിതാവ്, എന്റെ പേരാണ് സുഹൈർ. ആ സുഹൈർ ഒരു കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവ് അബൂ സുൽമ, അതും മഹാനായ ഒരു കവി വരേണ്യനായിരുന്നു, അറബിക്കവി. പിതാവിന്റെ മാമമാർ 2 പേർ, അമ്മാവന്മാർ. അവർ 2 പേരും, അല്ല, മാമ ഒരാളെ ഉള്ളൂ, ബസാമ. 2 പേരുണ്ടായിരുന്നത് 2 കവയിത്രിമാരാണ്, സഹോദരിമാർ. പിതാവിന്റെ 2 സഹോദരിമാർ. അപ്പോൾ കഅബിന്റെ അമ്മാവിമാർ, മാമിമാർ സുൽമ, കുൽസൂം. പിന്നെ സ്വന്തം അനുജൻ ഒരാളുണ്ടായിരുന്നു, അഹ്. അയാളുടെ പേര് ബുജൈർ എന്നായിരുന്നു. ബുജൈർ എന്ന കവി ഇവർ 2 പേരും കൂടി ആട് മേയ്ക്കാൻ പോയതാണ്. ആട് മേയ്ക്കാൻ പോയപ്പോൾ അനുജൻ, ഞാൻ നബിയെ മദീനയിൽ ചെന്ന് കണ്ടിട്ട് വരാം, കണ്ടിട്ട് വന്നിട്ട് സത്യമാണോ അല്ലയോ എന്ന് അറിഞ്ഞു വരാം, മുഹമ്മദ് എന്നൊരാൾ ദീനീ പ്രബോധനം നടത്തുന്നത് നേരാണോ എന്നറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ജ്യേഷ്ഠനെ ഇവിടെ നിർത്തിയിട്ട് അങ്ങ് പോയി. അനുജനങ്ങ് പോയി. നബിയെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യമായ മതമാണ്, അങ്ങ് ഇസ്ലാമിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് വരാൻ പിന്നീട് സാധ്യമല്ലാത്ത വിധത്തിലായി അനുജൻ കത്തെഴുതുകയാണ്, കവിതയിൽ കത്തെഴുതുകയാണ്. ആ കവിതയൊന്നും വർണ്ണിക്കുവാനുള്ള സമയം ഞാൻ ഇപ്പോഴെടുക്കുന്നില്ല. എടുത്താൽ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാൻ കഴിയില്ല. അനിയൻ ജ്യേഷ്ഠന് കത്തെഴുതുകയാണ്, എന്റെ ജ്യേഷ്ഠ, നീ ഇന്ന കാരണത്താൽ നീ അവതാരത്തിലായി പോയിരിക്കുകയാണ്. നിന്നെ കൊന്നുകളയുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിച്ചു കഴിഞ്ഞു. കാരണം എന്താണ്? ഒരു കവിത, വിലേച്യമായ ഒരു കവിത, സത്യവിരുദ്ധമായ ഒരു കവിത, അനാവശ്യമായ ഒരു കവിത എഴുതിയതിന്, പ്രസിദ്ധീകരിച്ചതിന് ആ കവിയെ കൊന്നുകളയുവാൻ, കഅബിനെ കൊന്നുകളയുവാൻ, മൻ റആ മിൻകും കഅബൻ ഫല്യഖ്തുൽഹു, അതീത് വാചകമാണ്. ആരെങ്കിലും കഅബിനെ കാണുകയാണെങ്കിൽ കൊന്നുകളയട്ടെ എന്ന് പ്രഖ്യാപനം ആരാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിരിക്കുക. ആ ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ സഹാബാക്കളെല്ലാം ഊഴിപ്പിടിച്ച വാളുമായി വരികയാണ്. കഅബിനെ കണ്ടാൽ ഉടനെ വാളൂരുന്നതിന് വേണ്ടി തയ്യാറാക്കി നടക്കുന്നവർ. അങ്ങനെയുള്ള ഭയങ്കരമായ രംഗം വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെ അവിടെ രക്ഷപ്പെടാനൊക്കും? അനുജൻ അവിടെ നിന്നുകൊണ്ട് കത്തെഴുതിയത് ഇങ്ങനെയാണ്, രഹസ്യമായ കത്ത്. ജ്യേഷ്ഠ, നീ ഈ നബിയെ കണ്ട് ഞാൻ സത്യമാണ് ഈ കാണുന്നത്. ഈ നബിയെ കണ്ട് നീ പരിശുദ്ധിയിലേക്ക് മടങ്ങി വാ, അതിനുവേണ്ടി കാര്യമുണ്ടാക്കുക. അങ്ങനെ അവർ 2 പേരുമുള്ള കത്തിന്റെ ജ്യേഷ്ഠൻ അനുജന് വേണ്ടി കത്തെഴുതിയിരിക്കുന്ന കഥയുമുണ്ട്.
അതൊന്നും ഇപ്പോൾ വർണ്ണിച്ച് ഞാൻ സമയമെടുക്കുന്നില്ല. സഹോദരങ്ങളെ, കഅബിന്റെ സ്ഥിതി എന്താണ് ഞാൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? കഅബിനെ എവിടെ കണ്ടാലും കൊല്ലുന്നുള്ള. എവിടെ കണ്ടാലും കൊന്നുകളയുവാൻ പറഞ്ഞിരിക്കുന്ന ആർഡറനുസരിച്ച് കഅബിനെ കൊല്ലുന്നതിന് വേണ്ടി വാളും മൂരി നടക്കുന്ന പ്രവാചകന്റെ അനുയായികൾ നമ്മുടെ സഹാബാക്കൾ കാണാം. ആ രംഗത്ത് വെച്ച് നേരിട്ട് വരാൻ കഴിയുകയില്ല, നേരിട്ട് രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയുകയില്ല. കഅബ് പശ്ചാത്തപിച്ചു, ഖേദിച്ചു മടങ്ങി. പക്ഷേ വെളിയിലിറങ്ങിയാൽ ഉടനെ കൊന്നുകളയും. എങ്ങനെയോ വേഷം മാറി, കണ്ടാൽ കഅബാണെന്ന് ഒരിക്കലും പറയാത്ത വിധത്തിലുള്ള വേഷവിധാനങ്ങളോടുകൂടി കഅബ് നടന്നിഞ്ഞു പോരുന്നു. ഒരിക്കൽ ഏതാനും ദിവസം കഴിഞ്ഞിട്ട്, കൂടുതൽ ദിവസങ്ങളൊന്നും കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ കഅബ് നേരെ നബിയുടെ അടുക്കലേക്ക് വരികയാണ്. ഇവിടെയാണ് സഹാബാക്കളെല്ലാം കൂടിയിരിക്കുന്ന വമ്പിച്ച ഒരു സദസ്സാണ്. ആ സദസ്സിലേക്ക് നടന്ന് കയറുകയാണ്. ആരാണ് വരുന്നതെന്ന് ആരും അറിയാതെ നോക്കിയിരിക്കുകയാണ്. കഅബാണെന്നറിഞ്ഞാൽ ഉടൻ തന്നെ അവരുടെ കയ്യിലെല്ലാം വാളുകൾ, ഊരിയ വാളുകൾ ആയിട്ട് നടക്കുന്ന കൂട്ടത്തിലാണ്. കഅബാണെന്ന് അറിഞ്ഞാൽ ഉടനെ കൊന്നുകളയും. ആ അവസ്ഥയിലാണ് കഅബ് വരുന്നത്. ആരും അറിഞ്ഞിട്ടില്ല കഅബാണെന്ന്. നബിയുടെ മുമ്പിൽ വന്നു. റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, കഅബ് അങ്ങയുടെ മുമ്പിൽ വന്ന് പാപമോചനം തേടിക്കൊണ്ട് അങ്ങയോട് പൊരുത്തം ചോദിച്ചാൽ അങ്ങ് അനുവദിക്കുമോ അത്? റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, കഅബ് അങ്ങയുടെ മുമ്പിൽ വന്ന് പാപമോചനം തേടിക്കൊണ്ട് അങ്ങയോട് പൊരുത്തം ചോദിച്ചാൽ അങ്ങ് അനുവദിക്കുമോ അത്? അനുവദിച്ചു കൊടുക്കുമോ? പാപമോചനം കൊടുക്കുമോ? പുറത്തു കൊടുക്കുമോ? ഇതാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? നാം അതേ കൊടുക്കും, അത് മതി എനിക്ക്. അപ്പോൾ തന്നെ കൈപിടിച്ചു. അതാണ് കൈപിടിച്ചുകൊണ്ട് ആ കൈ ഈ കൈയിലേക്ക് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയിലേക്ക് കഅബിന്റെ കൈ വെച്ചുകൊണ്ട് അത് മതി നബിയെ. വാക്ക് തന്നെയാണ് പ്രവാചകരുടെ വാക്ക്, റസൂലിന്റെ വാക്ക് തന്നെയാണ്. ഞാൻ അനേകം സിംഹമടകൾ കടന്നു വന്നതാണ്. സിംഹമടകൾ, ആ സിംഹങ്ങളിൽ നിന്നൊരു സിംഹം എന്നെ കണ്ടു കഴിഞ്ഞിരുന്നെങ്കിൽ എന്നെ കൊന്നുകളയുമായിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ ഒരു സിംഹമട, ഇവിടെ ഒരു സിംഹമട, ഇവിടെ ഒരു സിംഹമട, അവിടെ ഒരു സിംഹമട, അങ്ങനെ നടന്ന് ആ സിംഹമടയിലൂടെ ഞാൻ വന്നു കയറി. അങ്ങനെ വാക്ക് എനിക്ക് കിട്ടി, പൊരുത്തപ്പെടും എന്ന വാക്ക്. എന്ന ആൾക്കാർ ഞാനാണ് നബിയെ. അങ്ങനെ അങ്ങ് പറഞ്ഞു, ഞാനാണ് നബിയെ. ഇപ്പൊ ഈ പേടിക്കണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഊരിയ വാൾ ഉടുക്കാൽ വന്നറിഞ്ഞുണ്ടെങ്കിൽ വാൾ ഊരാൻ തുടങ്ങി. ഇല്ല, കാത്തു വയ്ക്കുകയും ഇനി ഉറയിൽ ആദ്യം ഇടുന്നതാരോ അവർക്ക് സ്വർഗം. ഇതുവരെ അങ്ങനെയല്ലായിരുന്നു, തിരിച്ചായിരുന്നു. അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കഅബ് വന്നിട്ട് നിർത്തുകയല്ല രംഗം. ആ കഅബ് റളിയല്ലാഹു തആല അൻഹു പാടുവാൻ തുടങ്ങി. ബാനത്ത് സൂഅദു വകൽ ബിൽയൗമ മത്ബൂലു മൂതയ്യ മുന്നിദ്റ ലം യുഫ്ത മഖ്ബൂലു വമാ സൂഅദു അദാ തൽബൈനി ഇദ്റാലു ഇല്ലാ ഉന്നു അലി ഇൽതർബി മഖൂലു എന്നിങ്ങനെ പാടി വരികയാണ്. കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ കൈ വെച്ചുകൊണ്ട് പാടുകയാണ്.
ബാനത്ത് സുവാദു വകൽ ബില്ലൗമ മത്ബൂലു. ബാനത്ത് സുവാദ് വേർപെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. വകൽബിൽ യൗമ മത്ബൂലു, എന്റെ ഹൃദയം തകർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആരാണ് തൈബ്? ആരാണ് സുവാദ്? ആരുടെ ചോദ്യമാണ്? ആരാ ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ആരാണ് സുവാദ്? അതെന്റെ ഭാര്യയാണ്. ബാനത്ത്, പിന്നെ പാടാൻ തുടങ്ങി. ബാനത്ത് സുവാദു വഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ നിദ്റ ലം യുഫ്ത മഖ്ബൂലു. അവളെ ഇനി കാണണമെങ്കിൽ ഒരുപാട് വഴി ദൂരം അവൾ അകന്നു പോയി. മലകളും കാടുകളും കഴിഞ്ഞ്, ആ ഗുഹകളും കഴിഞ്ഞ് അവൾ അതിനപ്പുറത്ത് പോയി. ഇത്രയോ കിലോമീറ്റർ ഓടുന്ന, എത്രയോ മൈലുകൾ ഓടുന്ന ഒട്ടകങ്ങളെ ഇനി കിട്ടിയെങ്കിൽ മാത്രമേ അവളെ കാണാൻ പാടൂ. അവളിൽ നിന്ന് ഇവിടെ നിന്ന് പോകുന്ന അവസരത്തിലോ അവൾ ഏതാണ് കണ്ണിൽ ഉണ്ണിയായിട്ട് അവൾ ഇവിടെ കഴിഞ്ഞതാണ്. പാടാൻ തുടങ്ങുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിന്ന് കവിത പാടുകയാണ്. നിർത്തില്ലാതെ പാടുകയാണ്. ഈ സുവാദ് ഇവിടെ നിന്ന് പോകുമ്പോൾ, എന്നെയും വിട്ടുകൊണ്ട് പോകുമ്പോൾ, അന്നത്തെ ആ പ്രഭാതത്തിൽ അവളുടെ മനോഹരമായ പല്ലുകൾ തിളക്കം എത്രമാത്രം വലുതായിരുന്നു. അവളുടെ സുറുമ എഴുതിയ കണ്ണിന്റെ ഐശ്വര്യം, അങ്ങനെ അവളുടെ ശരീരകാന്തിയെല്ലാം വർണ്ണിക്കാൻ തുടങ്ങി. വർണ്ണിച്ച് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. എല്ലാം കേട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണ്. ഞാൻ പുറപ്പെട്ടു വരുന്നത് എവിടെ മുതലാണ്, എവിടെയൊക്കെയാണ്, എങ്ങനെയാണ്? പിന്നും കൽബ് പാടിയിരിക്കുകയാണ്. മസ്കനു മിമ്പത്തിനി അത്തറാവി നിർത്തില്ലാത്ത പാട്ടാണ്. വനാന്തരങ്ങളിലൂടെ ഞാൻ കടന്നു കയറി. എല്ലാം കാടും മലയും മാത്രം. സിംഹങ്ങളുടെ താവളസ്ഥലങ്ങൾ, മൃഗരാജേന്ദ്രനായിരിക്കുന്ന സിംഹങ്ങൾ. ആ സിംഹങ്ങളുടെ കുഞ്ഞുങ്ങളെ പെറ്റു വളർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ ഇര തേടി ഇറങ്ങുകയാണ്. രാവിലെ അതിരാവിലെ ഇറങ്ങും. കണ്ണി കിട്ടുന്നവരെ അപ്പോൾ തന്നെ കാച്ചും. എന്നെ കണ്ടു കഴിഞ്ഞെങ്കിൽ ഈ സിംഹങ്ങളെ കാണാം. ഏതെങ്കിലും ഒരു സിംഹം, ഏതാ സിംഹം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളാണ് ചിത്രീകരിക്കുന്നത്. ആ സിംഹമടകളാണ് കടന്ന് ഇങ്ങോട്ട് വരുന്നത്. ആലോചിച്ചോണം. അതാണ് വർണ്ണിക്കുന്നത്. അതെല്ലാം സാഹിത്യത്തിലൂടെ ആകുമ്പോൾ വർണ്ണിക്കാം. ആ സാഹിത്യം എങ്ങനെയൊക്കെ കൊണ്ടുപോകാമെന്ന് നമുക്ക് അറിയിപ്പ് വരികയാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊള്ളാം. സാഹിത്യത്തിന്റെ പോക്ക് എങ്ങനെയൊക്കെയാണ് വർണ്ണിക്കാം, വർണ്ണനകൾ നടത്താം. അങ്ങനെ ആ സിംഹമടകളിലൂടെ കടന്നു വരികയാണ്. എന്നെ ആ സിംഹങ്ങളിൽ നിന്നൊരു സിംഹം എന്നെ കണ്ടു കഴിഞ്ഞെങ്കിൽ എന്നെ അരിഞ്ഞു ഞുറുക്കി അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ആരാണെന്ന് അറിയാമോ? സഹാബാക്കളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പറയുന്നതെല്ലാം. അത് അലങ്കാര ഭാഷയാണത്. എന്നാൽ പിന്നെങ്ങനെയായി? ഞാൻ എവിടെയൊക്കെയാണ്, എവിടെ കൂടെയൊക്കെയാണ്? മിമ്പത്തിനി അത്തറാവനത്തിന്റെ അന്തർഭാഗത്തു നിന്ന്, അത്തറാവനം എന്ന് പറഞ്ഞാൽ ആർക്കും കയറി ചെല്ലാൻ കഴിയാത്ത കൂരിലുള്ള വനമാണ്. ആ വനാന്തരാളത്തിന്റെ അകഭാഗത്തു നിന്നും ഞാൻ ഇറങ്ങി വരികയാണ് നബിയെ. മിമ്പത്തിനി അത്തറാവി അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. കേൾക്കട്ടെ കേൾക്കട്ടെ കേൾക്കട്ടെ, എന്റെ സഹാബാക്കൾ കേൾക്കട്ടെ, ഇതെല്ലാം കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നബി എന്ന് പറഞ്ഞുകൊണ്ടല്ല, എന്ന് ചിന്തിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് കവി പാടാൻ തുടങ്ങി. 52ാമത്തെ കവിത വന്നപ്പോൾ, ഈരടികാരം വന്നപ്പോൾ, അങ്ങനെ അങ്ങ് പാടുകയാണ്. എന്തോന്നാണ് ആദ്യം തുടങ്ങിയത്? റസൂൽ എന്ന് പറഞ്ഞാൽ, ഈ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ, ആദരവായ റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രകാശം പരത്തുന്ന ഒരു വാളാണ്, പ്രകാശപൂരിതമായ വാളാണത്. ഈ വാൾ എവിടെ നിർമ്മിച്ചതാണ്? മുഹന്നദും, ഇന്ത്യയിൽ നിർമ്മിച്ച വാൾ. നമ്മുടെ ഇന്ത്യക്കാർക്കുണ്ടായ പ്രതാപമാണത്. അതും ഇന്ത്യക്കാർ അറിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടുകൊണ്ടിരുന്നു. അത് മുഹന്നദും, ഇന്ത്യൻ നിർമ്മിത വാളാണിത്. അലങ്കാര ഭാഷയാണ്. പിന്നെ പറയാൻ പോവുകയാണ് മുഹന്നദും മിൻ സുയൂബിൽ എന്ന് പറഞ്ഞു വരുമ്പോൾ എന്താ പറയാൻ പോവുകയാണെന്നറിയാമോ? കഅബ് പറയാൻ വരുന്നത് മിൻ സുയൂബിൽ ഹിന്ദി, ഇന്ത്യയിൽ നിന്നും, ഇന്ത്യൻ വാളുകളിൽ നിന്നും ഊരിയെടുത്ത വാൾ എന്ന് പറയാൻ തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങുന്നത് പറയുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെ പറയാൻ പോവുകയാണ്. അവിടെ ഉടനെ തന്നെ അവിടെ തടയുകയാണ്. മിൻ സുയൂബിൽ എന്ന് പറയുന്നതിന് മുമ്പ് അല്ലാ ഫില്ലാഹി, മിൻ സുയൂബില്ലാഹി, അല്ലാഹുവിന്റെ വാളുകളിൽ നിന്നും. ഉടനെ കഅബ് റളിയല്ലാഹു തആല അൻഹു മിൻ സുയൂബില്ലാഹി മസ്ലൂലു, അല്ലാഹുവിന്റെ വാളുകളിൽ നിന്നും ഊരപ്പെട്ട വാളാണിത്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അണിഞ്ഞിരുന്ന പുതപ്പ്, ആർക്കും കിട്ടാത്ത ഭാഗ്യം, സൗഭാഗ്യം എന്ന വണ്ണം അതെടുത്ത ആ കഅബിന് സംഭാവനയായിട്ട്, ആദരവായിട്ട്, അവാർഡായിട്ട്, ആദ്യത്തെ അവാർഡ്, ലോകത്തിലെ ആദ്യത്തെ അവാർഡായിട്ട് അങ്ങോട്ട് ഇട്ടു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് 7 8 6 7 പദ്യങ്ങളാണ്, ഈരടികളാണ് പിന്നീട് പാടിയിട്ടുള്ളത്. അങ്ങനെ അത് അവസാനിച്ചുകൊണ്ട് ചരിത്രത്തിലേക്ക് കിടക്കാൻ. ചരിത്രം വലിയ വലിയ ചരിത്രമാണ്, വമ്പിച്ച ചരിത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതാണ്. പ്രിയപ്പെട്ട ജനാബ് പ്രിയങ്കരനായ കൊട്ടുകാട് അബ്ദുസ്സലാം മൗലവി അടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനം ഇതിനോടനുബന്ധമായിട്ടാണ് അദ്ദേഹവും സാഹിത്യത്തെ വളർത്തിയെടുക്കാൻ, ഈ കുട്ടികളെ കൊണ്ട് സാഹിത്യത്തിലൂടെ കൊച്ചു കാലം, അതും സാഹിത്യം തന്നെയാണ്. സത്യത്തിന്റെ ലളിതമായ പ്രയോഗങ്ങൾ, ലളിതമായ വഴികൾ, ആ ലളിതമായ വഴികളിലൂടെ ആ കൊച്ചുകുട്ടികളെ ആനന്ദകരമായി പിടിച്ചണച്ചു കൂട്ടിക്കൊണ്ട് വരുന്നതിനും പക്ഷേ നല്ലതായ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് ഈ കുട്ടികളെല്ലാം പരിശുദ്ധമായ വഴിയിലേക്ക് നിർത്താൻ, അവർക്കെല്ലാം ആനന്ദകരമായി പാടുവാൻ, ആനന്ദകരമായി രസിക്കുവാൻ, ആനന്ദകരമായി പറയുവാൻ, ചരിത്രം പറയുവാൻ ഒക്കെയുള്ള വിധത്തിൽ, മംഗളകരമായ വിധത്തിൽ ഉള്ള സാഹിത്യകൃതികൾ അവാർഡ് ദാനം ചെയ്യത്തക്ക വിധത്തിലുള്ള സാഹിത്യകൃതികൾ അദ്ദേഹം വളച്ചുകൂട്ടിയെടുത്ത് ഈ കുട്ടികളുടെ മുമ്പിൽ അണിനിരത്തുന്നു. അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ന് ആരെല്ലാമാണ് രംഗത്തേക്ക് വരുന്നത് എന്ന് നമ്മൾ നോക്കണം. ഇതുപോലുള്ള വ്യക്തികൾ നമുക്കുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ ആളുകൾ വേണം. ഞാൻ പറഞ്ഞ വിഷയങ്ങൾ വലിയ സാഹിത്യകാരന്മാരുടെ വളർച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ സാഹിത്യരോഗം എന്താണെന്നറിയാത്ത മനുഷ്യരോഗമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അവർക്ക് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗത്തേക്ക് ഞാൻ ഇപ്പോഴും കിടക്കുകയല്ല ചെയ്യുന്നത്. എന്നാലും നമ്മൾ ഇന്ന് ചെറിയ സാഹിത്യം അത് വളർന്ന് വലിയ സാഹിത്യ രംഗത്തേക്ക് വരുമ്പോൾ വലിയ സാഹിത്യം എല്ലാം നമ്മുടെ റൗണ്ടിനകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരിക്കുന്ന സാഹിത്യ ലോകത്തിന്റെ റൗണ്ടിനകത്ത് നിന്നുകൊണ്ട് ആനന്ദിക്കുവാൻ എന്തെല്ലാം അലങ്കാരങ്ങൾ എടുക്കാമെന്നൊക്കെ പറയുന്നില്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടുകൊണ്ടിരുന്ന ചരിത്രം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്?
അതുപോലെ ഈ ആനന്ദകരമായി പാടുവാനും രസിക്കുവാനും കളിക്കുവാനും ചിരിക്കുവാനും ഒക്കെ ഉള്ള രംഗങ്ങളുണ്ട്. അതുകളിലൂടെ എല്ലാം കടന്ന് കുട്ടികൾക്ക് കടന്നു പോകാൻ ഉതകുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കാനും പ്രയത്നങ്ങൾ ഉണ്ടാക്കുവാനും അതിൻ്റെ കെട്ടുമട്ടുകൾ ഉണ്ടാക്കുവാനും അത് ചിന്തിക്കുവാനും അത് പ്രവർത്തിക്കുവാനുമുള്ള പരിശ്രമത്തിലാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ കുട്ടുകാട് അബ്ദുസ്സലാം മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരോത്തരം വളർത്തി അരയാസം വളർത്തി അള്ളാഹു അള്ളാഹുവിന്റെ റഹ്മത്തിൽ ഈ ലോകത്തും പരലോകത്തും ആക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യുവാനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ ഞാൻ സമയം കൊടുക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട മൈലാപ്പൂർ ഷൗക്കത്ത് അലി ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അപ്പൊ ഉസ്താദിന്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇറക്കി, പ്രത്യേകിച്ച് ഷാദിലി തരീഖത്തുമായി ബന്ധപ്പെട്ട് ഈ ഷാദിലി തരീഖത്തിന്റെ ഇജാസത്ത് കൊടുക്കാൻ പ്രാപ്തനായി ഇന്ന് കേരളത്തിലുള്ളതിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഉസ്താദാണ്. അപ്പൊ ഉസ്താദിന്റെ ഈ വീഡിയോകൾ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു, പ്രത്യേകിച്ച് മലബാർ മേഖലയിലുള്ള പ്രശസ്തരായ പലരും. കാരണം ഉസ്താദിനെ ഏകദേശം 70 വർഷം മുമ്പ് പരിചയപ്പെട്ട ഉസ്താദ്മാരാണ് കൂടുതലും എന്നെ വിളിച്ചത്. പ്രത്യേകിച്ച് ഈ തരീഖത്തിന്റെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും നേരിട്ട് പരിചയപ്പെടാനും, പ്രത്യേകിച്ച് ഉസ്താദിന്റെ നമ്പർ എൻ്റെ ഈ മൊബൈൽ നമ്പറിലൂടെയാണ് ബന്ധപ്പെടുന്ന കൂടുതൽ ആൾക്കാർ. അൽഹംദുലില്ലാഹ് അങ്ങനെ ഷാദിലി തരീഖത്തിന്റെ കിതാബിന്റെ ഒരു പ്രകാശനം ഇവിടെ വെച്ച് നടത്തിയിരുന്നു. അൽഹംദുലില്ലാഹ് അതിന് ഇവിടുത്തെ MLA ഉൾപ്പെടെ പ്രമുഖരായ പലരും പങ്കെടുത്തു. അൽഹംദുലില്ലാഹ് വലിയൊരു സംരംഭമായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഒരുപാട് പേര് പ്രത്യേകിച്ച് കുമ്മന ഉസ്താദിനെ പോലുള്ളവരൊക്കെ എൻ്റെ അടുത്ത് ഈ ഷാദിലി തരീഖത്തിന്റെ ആ കിതാബ് ചോദിക്കുകയും ഞാനത് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ് അങ്ങനെ പലരും ഇന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ തരീഖത്തിനെ കുറിച്ച് അറിയാനും അതുപോലെ തരീഖത്തിന്റെ ആ ഇജാസത്തുള്ള കിതാബ് കിട്ടാനും പലരും ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ അൽഹംദുലില്ലാഹ് പലർക്കും നമ്മൾ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉസ്താദിനെ പോലുള്ള ഒരുപാട് ചരിത്ര കഥകൾ ഇന്ന് പറഞ്ഞ വിഷയം പോലും ഏകദേശം 1/2 നൂറ്റാണ്ട് മുമ്പ് ഉസ്താദ് പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് കേട്ടത്. അപ്പൊ ഇതൊക്കെ നമുക്ക് പുതുമകളാണ്. പഴയ തലമുറയ്ക്ക് ഉണ്ടായിരുന്ന ഒരുപാട് മൂല്യങ്ങൾ ഇന്ന് പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് വീണ്ടെടുക്കാൻ ഇങ്ങനെയുള്ള മഹാന്മാരായ ഉസ്താദിൽ നിന്ന് ഒരുപാട് നമുക്ക് കിട്ടാനുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും, ഇത് കേൾക്കുന്നവർക്കും ഇത് എത്തിക്കുന്നവർക്കും അതായത് പ്രചരിപ്പിക്കുന്നവർക്കും ഒക്കെ അല്ലാഹു തആല ആഫിയത്തോടെ ദീർഘായുസ് നൽകട്ടെ. പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് ഇത് ഞാനിപ്പോ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മൾ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചു മറന്നവരെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ ബൈത്തുൽ ഖുർആൻ തുടങ്ങിയത്. അതേപോലെ പഠിക്കാത്ത കുട്ടികളെ, അതായത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മോട്ടിവേഷനിലൂടെ, അതായത് ഒരു വളരെ ഉത്സാഹഭരിതരായി അവരെ സ്വന്തം ആവശ്യത്തിനുള്ള നിലയ്ക്ക് പഠിപ്പിക്കാൻ, അവർക്ക് സ്വന്തമായിട്ട് ആവശ്യബോധത്തോടെ പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ സഹകരണം അതിലുണ്ടാവണം. നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥന ഉണ്ടാവണം. എല്ലാവിധമായ ഖൈറും ബർക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ വിശദമായ ഒരു വിഷയമായിട്ടാണ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എത്തുന്നത്. അല്ലാഹു തആല അത് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ ബർക്കത്തുകളും റഹ്മത്തുകളും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തരുമാറാകട്ടെ. ആമീൻ. കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മുഴുവനും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കും